Hi Hi guys. guys. Again we are back. Okay, ഞങ്ങൾ എവിടെ പോണേ? Goa Gold. ഗോവ ഗോൺ. കൊടൈക്കനാൽ ട്രിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ആൻഡ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒരു 6:30 ഫ്ലൈറ്റിന് കയറി ആൻഡ് വി റീച്ച് ഗോവ ബൈ 10:30. ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് അമ്മുവാണ്. അമ്മു അപ്പുവിൻ്റെ സിസ്റ്ററാണ് ആൻഡ് ഷീ കെയിം ഫ്രം UK. അപ്പം ഫുൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വി വെന്റ് ടു ഗോവേ. ഇതൊക്കെ വരും. അയ്യോ അതെന്ത് സാധനം? ഞാൻ ഗോവയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ ഐ വാസ് ലൈക്ക് മോർ എക്സൈറ്റഡ് ദാൻ ദം ബിക്കോസ് അവർ നേരത്തെ വന്നിട്ടുണ്ട്. ആൻഡ് പക്ഷെ ഞാൻ കുറച്ചുകൂടെ വൈബ് ഫുൾ ഒരു യോയോ ടൈപ്പ് സ്ഥലമായിരുന്നു പ്രതീക്ഷിച്ചത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ആൻഡ് നമ്മൾ പോയതും കുറച്ച് ഔട്ട്സ്കേർട്സ് ഓഫ് ഗോവ ആണ്. നമ്മൾ സ്റ്റേ ചെയ്തത് വാർക്ക ബീച്ച് ഓഫ് ക്ലബ് മഹീന്ദ്രയിലാണ്. ആൻഡ് കൂടുതലും നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തത്. കുറച്ച് സൈറ്റ് സീയിങ് മാത്രം പോയി. അത്യാവശ്യം വലിയൊരു റിസോർട്ടാണിത്. ആൻഡ് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. ചെന്ന വഴി തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അതിനകത്ത് തന്നെ 4-5 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ താമരയിലാണ് ഫുഡ് കഴിക്കാൻ ആദ്യം കയറിയത്. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് അവൈലബിൾ ആയിരുന്നു. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ലഗേജ് റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഓൾഡ് ഗോവയിലോട്ട് പോയി. ആൻഡ് ദാറ്റ് ഈസ് ബിഗ് ഫൂട്ട് ആൻഡ് എ പോർച്ചുഗൽ ഹൗസ്. സോ ബിഗ് ഫൂട്ടിൽ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോർച്ചുഗൽ ഹൗസ് പിന്നെയും കാണാൻ ഉണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പാസ് എടുക്കണം. ആൻഡ് ഈ ബിഗ് ഫൂട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോർച്ചുഗൽ ഹൗസ് ഉള്ളത്. സോ ഫസ്റ്റ് വി വെന്റ് ടു പോർച്ചുഗൽ ഹൗസ്. ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് എനിക്ക്. കാരണം എനിക്ക് അപ്പോൾ ഒരു ഗിംബിൾ മേടിച്ചു തന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. പക്ഷെ അതെനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. കാരണം അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ലുക്കമ്മയോടെ വീട്ടിലാണ്. ഓക്കെ, സോ ഇവിടെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അവർ ഈ ലെക്ചർ തരും. ലൈക്ക് ഈ സ്പീക്കറിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന ഓരോരോ സ്ഥലത്ത് അവരിങ്ങനെ പറയുന്നുണ്ടാവും. സോ ഇതവരുടെ ചാപ്പലാണ്. ആൻഡ് നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആസ് സൗത്ത് ഇന്ത്യൻസ് നമുക്കത് ഭയങ്കര വലിയ വൗ ഫാക്ടർ തോന്നില്ല. ബിക്കോസ് നമ്മുടെ പണ്ട് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഓയിസ്റ്റർ ഷെല്ല് വെച്ചുള്ള വിൻഡോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് കുറച്ച് കൗതുകം തോന്നുന്നതുണ്ട്, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്തത്. Respect the owner, you keep your valuable and ഇത് പണ്ട് കാലത്തെ ഫ്രിഡ്ജാണ്. ആൻഡ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ കിച്ചണിൽ എക്സിബിറ്റ് ചെയ്തേക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പം എൻ്റെ അമ്മ വീട്ടിലും ഇപ്പം അമ്മയൊക്കെ പറയായിരുന്നു അവരുടെ പള്ളിക്കര വീട്ടിലും ഒക്കെ യൂഷ്വലി ഉള്ള സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഭയങ്കര വാവ് ഫാക്ടറൊന്നും ആക്ച്വലി സ്പീക്കിംഗ് തോന്നില്ല. ഈ ഒരു സെഷനിൽ മോർ ദാൻ തൗസൻഡ്സ് ഓഫ് ഗണപതി മിനിയേച്ചേഴ്സ് ഉണ്ട്. ഇത് ലുക്കമ്യാവിൻ്റെ അക്കൗണ്ട്സ് മാനേജറിൻ്റെ കളക്ഷനാണ്.
So he was a Ganapati devotee. പിന്നെ നമ്മൾ പോയത് ബിഗ് ഫുട്ടിലാണ്. ബിഗ് ഫുട്ട് സത്യമായിട്ടും ഞങ്ങൾക്ക് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നില്ല. ഈ ഫാനാണ് എനിക്ക് ഏക ക്യൂരിയോസിറ്റി തോന്നിയ സമയം. അപ്പോഴും തല പൊക്കിക്ക്. He pretended to have a misfortune and asked Mahabir to help him. He kept അവിടുന്ന് നമ്മൾ നേരെ പോയത് ഷക്കാരി സ്പൈസ് ഫാമിലാണ്. ദാറ്റ് വാസ് റിയലി എ നൈസ് എക്സ്പീരിയൻസ്. എവിടെ പോണേ? ഗോവ വന്നിട്ടോ. ഗോവയിലെ മണരാരങ്ങളിലൂടെ സ്പൈസ് വില്ലേജോ, സ്പൈസ് ഫാം, സ്പൈസ് അങ്ങനെ എന്തോ സാധനം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അവർ നമുക്ക് ഹോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. It's a private property and Madhav Sahakari is the owner. Whole plantation is about like 130 acres and it's എൻ്റെ അമ്മേ, ഇതെന്ത് താഴെ? അയ്യോ, അരുവി. everyone must be using. Really nice. Thank you so much. So see, we have two more traditions for you. So the one I already informed you about the fairy. Anyone wants to taste it? Fairy. Yes. Okay. Before that, there is one more. See, after going around the plantation, there's a little bit. ശരി, ഉറക്കമൊക്കെ പോയി. കുടിക്കണോ അറിയാം? ഇത് മണത്തൊക്കെയാ. അവളിപ്പോ എല്ലാം അറിയും. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്റെ ഉറക്കമൊക്കെ അടിപൊളി. ഉറക്കൊക്കെ ഭയങ്കര ഫ്രഷ് ആയില്ലേ? ഒറ്റ സെക്കൻഡും കൊണ്ട് ഫ്രഷ് ആയി. അതെന്താ സാധനം? അടിപൊളി. അങ്ങനെ റവമാവിൽ മുക്കിയ മീൻ ഫ്രൈയും ചോറും ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്രയാകുകയാണ്. എവിടെ നിന്ന്? ഏതോ ഒരു ഫാമിൽ നിന്ന്, സ്പൈസ് ഫാമോ? സ്പൈസ് ഫാമിൽ നിന്ന് എങ്ങോട്ട്? ഓൾഡ് ഗോവ ചർച്ച്.
ബോം ജീസസ് ബസിലിക്ക. അങ്ങനെ ഞങ്ങൾ ബോം ജീസസ് ബസിലിക്കയിൽ എത്തി. പക്ഷേ ഇവിടെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ജസ്റ്റ് പോയി കണ്ടു ഇറങ്ങി. ഒത്തിരി നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. ബട്ട് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ ചർച്ച്. അങ്ങനെ ഇന്നത്തെ സൈറ്റ് സീയിങ് ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. ആൻഡ് വി ഹെഡഡ് ബാക്ക് ടു ദ ഹോട്ടൽ. ഫസ്റ്റ് ഡേ റൂമില്ല. ബാൽക്കണി ഉണ്ട്. Night time. ഫ്രഷായി. ക്ലബ് മഹീന്ദ്രയിൽ എൻജോയ്. നല്ല ടയർഡാണ്, കാരണം 2 ദിവസമായിട്ട് ഫുൾ ഫങ്ഷൻസും പരിപാടിയൊക്കെ ആയിരുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ഉള്ള ഒരു റിസോർട്ടാണിത്. ആൻഡ് ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ലൈക്ക് ജെന്യുവൻ എക്സ്പീരിയൻസ്. ദെർ വർ ഗുഡ് ആൻഡ് ബാഡ് തിങ്സ്. ബട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഇൻ ഗോവ. ഈ പ്രോപ്പർട്ടി എൻഡ് ചെയ്യുന്നത് വാർക്ക ബീച്ചിലാണ്. ആൻഡ് അതിന് മുന്നേ അവരുടെ തന്നെ ഒരു ഷാക്ക് ഉണ്ട്. ഷാക്കയിൽ നിന്ന് ബീച്ചിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ എൻട്രി എഴുതി വെക്കണം, നമ്മുടെ ഡീറ്റെയിൽസ് ആൻഡ് റൂം നമ്പേഴ്സ്. പിന്നെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, നമ്മൾ തിരിച്ചു കയറി. ദെൻ ഹാപ്പി ഹബ് എന്ന് പറഞ്ഞ എന്താ പറയുക, ഒരു റിക്രിയേഷൻ ഏരിയ ഉണ്ട് അവർക്ക്. ആൻഡ് അവിടെ കുറേ ഗെയിംസ്, യോഗ, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് നമ്മളത് കുറേ നേരം കളിച്ചു, സ്പെൻഡ് ചെയ്തു. ഹാപ്പി ഹബിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ റെസ്റ്റോ ബാറുണ്ട്. സോ അവിടെ കയറി നമ്മൾ ഡിന്നറും കഴിച്ചു, ഡെസേർട്ടും കഴിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. സോ താങ്ക് യു so much for watching and see you in the next video.